അർജന്റീന കഴിഞ്ഞ 22 സൗദിയായിട്ട് തോറ്റപ്പോൾ നമ്മൾ കരഞ്ഞു. അർജന്റീനൻ ആരാധകർ കംപ്ലീറ്റ് കരഞ്ഞു. ശവപ്പെട്ടി വരെ പ്രതിയോഗികൾ തയ്യാറാക്കി. പക്ഷേ ഇത്തവണ ഇതെല്ലാം മെസ്സിക്ക് വീണ്ടും അർജന്റീന കപ്പടിക്കും. ബ്രസീൽ കപ്പടിച്ചിരിക്കും. സുന്ദരമായ യാത്രയപ്പ് കൊടുക്കും മെസ്സിക്ക്. സുന്ദരമായ യാത്രയപ്പ്. കാരണം ഇനി ഒരു കളിയിൽ മെസ്സി ഇല്ല അല്ലേ? സുന്ദരമായ യാത്രയപ്പ്. ഒരു പ്രാവശ്യം കൂടി എല്ലാവരും അടിച്ചു വന്നേക്കണ്. തുണിയെടുത്ത് ഷർട്ട് അടിച്ചു വന്നേക്കണ്. അർജന്റീന ആരാധകർ കപ്പടിച്ചിരിക്കും. ലാസ്റ്റ് വേൾഡ് കപ്പ് പോർച്ചുഗലുകാരനുണ്ട്. എല്ലാ ഉഷാറായിട്ട് ഇതേപോലെ എന്തായാലും കപ്പടിക്കും. അർജന്റീന ഏറ്റവും നല്ല പ്ലേയേഴ്സ് ഉള്ളപ്പോൾ നമ്മുടെ ടീമിൽ തന്നെ ലീഗിലെ ഏറ്റവും നല്ല കളിച്ച ടീം നമ്മൾ ഫുട്ബോൾ ആവേശം. ഞാൻ തൊട്ടപ്പുറത്തെ സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ആ കാലഘട്ടത്തിൽ കിടന്ന് തുള്ളിയതുപോലെ ഇപ്പോൾ തുള്ളാണ്. കാരണം എന്താ വെച്ചാൽ ആ നൊസ്റ്റാൾജിയിലേക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ അവരുടെ കൂടെ നമ്മൾ ഈ വേൾഡ് കപ്പ് ആഘോഷിക്കുക എന്നുള്ളത്. ഇവിടെ ജാതിയില്ല, മതമില്ല. നമ്മുടെ മതം ഫുട്ബോൾ. പിന്നെ ഉറപ്പല്ലേ? മെസ്സി അതല്ല മെസ്സി കൊച്ചി കറുകപ്പള്ളിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. എല്ലായിടത്തും അർജന്റീന മയമാണ്. സമയം അത് രാത്രി 12:30 കളി. അപ്പോൾ അത് കാരണം എല്ലാ ബിഗ് സ്ക്രീനും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ നമ്മുടെ തൊട്ട് മാമംഗലം റോഡിൽ തന്നെ. അപ്പോൾ അത് ഫ്ലാറ്റിന്റെ അടുത്ത് ദിവസം മാത്രമല്ല എല്ലാ ദിവസവും ഫുള്ളായിട്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തേക്കണേണ് ഈ വേൾഡ് കപ്പ് തീരുന്ന വരെ. ശരി, അപ്പോൾ എല്ലായിടത്തും വലിയ വലിയ സ്ക്രീനുകൾ ഒരുക്കി ആളുകൾക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ